ജീതു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ദൃശ്യം സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കുകയാണല്ലോ. എറണാകുളം പൂത്തോട്ട SN ലോ കോളേജിലാണ് ചിത്രീകരണത്തിന്റെ പൂജ നടക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, എങ്ങനെ പുരോഗമിക്കുന്നു? വലിയൊരു അവാർഡിന്റെ നിറവിലൊക്കെ നിൽക്കുകയാണ് മോഹൻലാൽ. ഇപ്പോഴത്തെ ഇന്ന് ദൃശ്യത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുകയുമാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെ? മോദി തീർച്ചയായിട്ടും, അതായത് മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദൃശ്യം. അതും അതിൻ്റെ 3ാം ഘട്ടം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് സിനിമയുടെ തന്നെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി അതിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് ആ ചിത്രത്തിൻ്റെ 3ാം ഭാഗം ഇറങ്ങുകയാണ്. 2013 ദൃശ്യം 1 ആദ്യം ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീട് 2021 ദൃശ്യം 2 ഇറങ്ങുന്നു. അതിൻ്റെ 3ാം ഭാഗം. ഈ രണ്ട് ചിത്രങ്ങളും മലയാളികൾക്ക് വലിയൊരു ഹിറ്റ് തന്നെയാണ് സമ്മാനിച്ചത്. കുടുംബ ചിത്രങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂറും മോഹൻലാലും ഒന്നിക്കുന്ന ആ ദൃശ്യം 3 ആ കൂട്ടുകെട്ട് സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരും സംവിധായകനുമുണ്ട്. 3ാം സിനിമയിലേക്ക് കടക്കുകയാണ്. വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി ആ ഒരു നിറവിൽ നിൽക്കുക കൂടി. തീർച്ചയായിട്ടും അതെ. കാരണം ഈ ദിവസം, ഈ സമയം, ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത സമയമാണ്. മോഹൻലാൽ സാറിന് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒന്നിച്ചുള്ള യാത്ര, മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഇത്രയും വർഷം ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ളതാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരുപാട് പേരുടെ സ്നേഹം, ഒരുപാട് പേരുടെ സംസാരം, മോഹൻലാൽ സാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും ശരിക്കും അത് മലയാള ഭാഷയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുകയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം ഇത് ദൃശ്യം 1 കഴിഞ്ഞതിന് ശേഷം 2 ഞാനും ജിത്തു ഒക്കെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ച്, ജിത്തു ഇത് നമുക്ക് 2ാം ഭാഗം ചെയ്യണമെന്ന് പറഞ്ഞ് അത് ഒരു സമയത്ത് അത് ഒരു ഭാഗ്യം പോലെ ഉണ്ടായി. അതും ജനങ്ങൾ അതിയായ സ്നേഹത്തോടെ സ്വീകരിച്ചു. അതിനുശേഷവും ദൃശ്യം 3 എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ സമയത്ത് അത് തുടങ്ങാൻ പറ്റുന്നു. ലാൽ സാറിന് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അത് സംഭവിക്കുന്നു, തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ആശീർവാദ് സിനിമാസിൻ്റെ ദൃശ്യം 3 എന്ന സിനിമ ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. മുൻപ് നമ്മളെ ആശീർവാദിനെ, മോഹൻലാൽ സാറിനെ നമ്മളെയൊക്കെ സ്നേഹിച്ച പോലെ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട്. അതിനെയും ഈ സമയത്ത് ഓർക്കുന്നു. ജിത്തു ഉണ്ട്. ജിത്തു ഒരു വാക്ക് തീർച്ചയായിട്ടും വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ്. ഒത്തിരി പ്രതീക്ഷിക്കണ്ട. അല്ല, ഇതൊരു നല്ല സിനിമയാണ്. അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കുക. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആ കഥയാണ് ഞങ്ങൾ പറയുന്നത്. അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വരിക. അല്ലാതെ ഇപ്പോൾ നമ്മൾ 1ൻ്റെ മുകളിൽ 2, 2ൻ്റെ മുകളിൽ 3 അങ്ങനെയൊന്നും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമയല്ല. ഇപ്പോൾ ദൃശ്യം 2ൻ്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും എല്ലാവരും പറഞ്ഞു ഇനി അതിൻ്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്യുന്നത്. ഞാൻ ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ 4.5 വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് ആ ക്യൂരിയോസിറ്റിയിൽ വരാം. തീർച്ചയായിട്ടും അതായത് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനെന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം ഇപ്പം എന്നെയൊക്കെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച ഓഡിയൻസ് ഇനിയും ആ സപ്പോർട്ടും ഇതും തുടരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം നന്നായി വരട്ടെ, പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഇരട്ടി മധുരമല്ലേ. വളരെ സന്തോഷം. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എന്താ പറയുക, ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും അതാ പറഞ്ഞത്, വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. കാരണം അതുപോലെ സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ ഒരു സാംസ്കാരിക ഇതിനകത്തും സൊസൈറ്റിയിലും ഒക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം തന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ രീതിയിലും അത് അർഹതപ്പെട്ട ഒരാളാണ്. വളരെ സന്തോഷം. അല്ല, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഷൂട്ട് തന്നെ എപ്പോഴാണ് കറക്റ്റായിട്ടൊക്കെ തീർക്കാൻ പറ്റും നമുക്ക് അറിയില്ല ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ അത് ഷൂട്ട് തീർന്ന് ബാക്കി അതിൻ്റെ വർക്കുകളെല്ലാം ചെയ്ത ശേഷം
അതെല്ലാം തീരുമാനിക്കുന്ന പ്രൊഡ്യൂസറാണ്, ഞാനില്ല. അതൊക്കെ പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം അല്ല, ഇത് ഞാൻ പണ്ട് തൊട്ട് ഇതൊരു ത്രില്ലറായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം ഞാനിതൊരു ഫാമിലി ഡ്രാമ, അതിനകത്ത് കുറേ അങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവവാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ദൃശ്യത്തിനെ ഒരിക്കലും ഒരു ത്രില്ലർ, അപ്പോൾ പിന്നെ ഫാമിലി ത്രില്ലറാക്കി എല്ലാവരുടെ. കാരണം അതൊരു 2 കുടുംബങ്ങളുടെ കഥയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു ജോർജ് കുട്ടിയുടെ കുടുംബവും ആ കുടുംബത്തിലെ അവരുടെ ഇമോഷണൽ, അവർ തമ്മിലുള്ള പ്രശ്നവും, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അവർ നേരിടുന്ന ട്രോമകൾ, ഇപ്പോഴത്തെ അതൊക്കെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അതിനകത്ത് ഒരു ക്രൈമും കാര്യങ്ങളും വന്നതേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളതുകൊണ്ട് സിനിമാ പ്രേമികൾക്ക് നല്ലൊരു ദൃശ്യവിരുന്നായിട്ട് മാറട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും തന്നെയാണ് സംവിധായകനും നിർമ്മാതാവും ഒക്കെ പറയുന്നത്. അതായത് മികച്ച ശ്യാം, നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. ദൃശ്യം 1ഉം 2ഉം കഴിഞ്ഞത് മുതൽ നമ്മളൊക്കെ ചില കൊലപാതകങ്ങളെ ദൃശ്യം മോഡൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൃശ്യം 3 ഒരു കുടുംബത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ജോർജ് കുട്ടിയുടെ വീടിനുള്ളിൽ എന്നത് കൂടിയാണ് പറയുന്നത് എന്ന് തോന്നുന്നു. വലിയ സസ്പെൻസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല എങ്കിൽ കൂടി പൂജയോടുകൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പം നമുക്കും ഒരുമിച്ച് ചേർന്ന് ആശംസിക്കാം അല്ലേ ശ്യാം, നല്ല ഒരു ചിത്രമായി വീണ്ടും അത് മലയാളികൾ ഏറ്റെടുക്കട്ടെ എന്ന്. ശ്യാം പ്രസാദിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് പൂജ നടക്കുന്ന ദൃശ്യം 3യുടെ പിന്നണി പ്രവർത്തകർക്കും അല്ലെ.